ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കൊച്ചിൻ സ്റ്റൈൽ നാടൻ ചിക്കൻ കറിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പുൻ്റെ ഫേവറേറ്റ് ചിക്കൻ കറിയാണിത്. ഒട്ടും വൈകാതെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു ചാനലിലേക്ക് വെൽക്കം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കിയ ചിക്കൻ പാത്രത്തിലേക്ക് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് 1 kg ചിക്കനാണ് കേട്ടോ ഇത്. അപ്പോൾ ക്ലീൻ ആയ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ടിട്ട് അതിലേക്ക് സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. 1 മണിക്കൂർ വെച്ചാൽ കുറച്ചുകൂടി മസാല ഒക്കെ ചിക്കനിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷെ സമയമില്ല എങ്കിൽ അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെക്കുവാണ് കേട്ടോ. സ്ലോ ഫ്ലെയിമിൽ ചിക്കൻ 2 വശവും വെളിച്ചെണ്ണ ഒഴിച്ച് മീഡിയം ഫ്രൈ ആക്കി മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി കറിക്കായിട്ട് പാത്രം ചൂടായതിന് ശേഷം ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഇനി സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 3 മീഡിയം സൈസ് സവാളയാണേ. ആകെ 1 കിലോ ചിക്കൻ അല്ലേ ഉള്ളൂ, അപ്പോൾ 3 മീഡിയം സൈസ് സവാള മതിയാവും. അധികം സവാള ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു മധുരിപ്പ് ഒരു ടേസ്റ്റ് ആയിരിക്കും വരുന്നത്. നമുക്കിനി പാകത്തിനൊരു 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വാടാൻ വേണ്ടിയാണേ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ഇവിടെ 4 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പച്ചമുളക് 2ആയി കീറിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇനി 10 ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. വാടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മുറിച്ച് വെച്ച ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സ്ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി സെറ്റാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.